സെൻസർ ബോർഡ് കടുംവെട്ട് നിർദ്ദേശിച്ച ഹാൽ സിനിമയിൽ 2 മാറ്റങ്ങൾക്ക് ഹൈക്കോടതി നിർദ്ദേശം. ഇതിനുശേഷം വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കണം. ധ്വജപ്രണാമത്തിൽ ധ്വജം എന്ന വാക്കും മതം മാറ്റുന്നതിന്റെ കണക്ക് പറയുന്ന ഭാഗവും ഒഴിവാക്കാനാണ് നിർദ്ദേശം. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും നൽകിയ ഹർജിയിലാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അനുകൂലമാണ്. കറക്റ്റായിട്ടുള്ള ഓർഡർ നമ്മൾ കയ്യിൽ കിട്ടിയാലേ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ട പോലെ തന്നെ നമ്മളും കേട്ടിട്ടുള്ളൂ. നമ്മളെ വക്കീൽ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ധ്വജ പ്രണാമം എന്നൊരു വാക്ക്, ധ്വജ പ്രണാമം എന്നുള്ള വാക്ക് കട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കോടതിയിൽ പറയുന്ന ഒരു മത പരിവർത്തനത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഓരോ മതവിഭാഗങ്ങളും ആരൊക്കെ എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക്, ആ കണക്കിനെയും മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കണക്കും ധ്വജപ്രണാമം മാറ്റാനാണ് കോടതി. അത് മാറ്റിക്കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് പടം റിലീസ് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഓർഡർ നിഷേധിക്കാൻ സെൻസർ ബോർഡിന് കഴിയില്ല. അല്ല, വീണ്ടും സെൻസർ ചെയ്യണം. സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി ഇഷ്യൂ ആയിട്ടില്ലല്ലോ. അത് ഇഷ്യൂ ചെയ്ത് തരണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ 2 മാറ്റമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഈ 2 മാറ്റം വരുത്തിയിട്ട് 14 ദിവസത്തിനുള്ളിൽ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. മാക്സിമം 14 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് പ്രദർശനാനുമതിയാണ് ഓർഡറിൻ്റെ. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാൻ. മുസ്തഫ, ധ്വജം ഒഴിവാക്കി പ്രണാമം മാത്രമായാൽ ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കും എന്നാണോ? പൂർണ്ണമായും പ്രദർശനാനുമതി ലഭിച്ചു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാര്യം, സിനിമയ്ക്ക് ആത്യന്തികമായി പ്രദർശനാനുമതി നൽകേണ്ടത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2 മാറ്റങ്ങൾ ഈ സിനിമയുടെ ആളുകൾ വരുത്തണം. ആ 2 മാറ്റങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ ധ്വജ പ്രണാമം എന്ന് പറയുന്നതിനകത്തുള്ള ധ്വജം എന്ന് പറഞ്ഞ വാക്ക് കട്ട് ചെയ്യണം. രണ്ടാമതൊരു കാര്യം, നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ കോടതിക്കകത്ത് നടക്കുന്ന ഒരു രംഗം, അതിനകത്ത് ഈ മത അടിസ്ഥാനത്തിലുള്ള കല്യാണങ്ങളുടെ, വിവാഹങ്ങളുടെ കണക്ക് പറയുന്ന ഒരു രംഗമുണ്ട്. അത് മ്യൂട്ട് ചെയ്യണം. ഈ 2 മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും സിനിമയുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡിനെ സമീപിക്കണം. സെൻസർ ബോർഡ് ആ വിഷയത്തിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിധിയുടെ ആകത്തുക. അതായത് സിനിമയിൽ ചില വലിയ മാറ്റങ്ങൾ, 10ഓ 15ഓ മാറ്റങ്ങൾ കടുംവെട്ട് വെട്ടിയാണ് സെൻസർ ബോർഡ് നേരത്തെ തന്നെ ഇതിന്റെ അനുമതി നിഷേധിച്ചത്. പക്ഷെ അത് ഹൈക്കോടതി പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആകെ വളരെ മൈനർ ആയിട്ടുള്ള, വളരെ താരതമ്യേന ചെറിയ 2 മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കണം. സെൻസർ ബോർഡ് ഉചിതമായ ഒരു തീരുമാനം 2 ആഴ്ചക്കകം എടുക്കണമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാര്യം, നമുക്കറിയാം, ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, ഒരു മുസ്ലിം വസ്ത്രധാരണം എന്ന രൂപത്തിൽ ഒരു പർദ്ദയണിഞ്ഞ് ഒരു വീട്ടിന് പുറത്തേക്ക് പോകുന്ന ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, അതുൾപ്പെടെ 15 രംഗങ്ങൾ. ഗണപതി വട്ടം എന്നതാണ് സുൽത്താൻ ബത്തേരിക്ക് ഈ നാട്ടിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്ന രൂപത്തിൽ സിനിമയിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ഗണപതി വട്ടം, സുൽത്താൻ ബത്തേരിക്ക് പകരം പറയുന്ന പേര്. അത്തരം പേരുകൾ ഉൾപ്പെടെ വെട്ടണം. രാഖി ഉൾപ്പെടെ അതിനകത്ത് നിന്ന് മാറ്റണം. അങ്ങനെ 10-15ഓളം വരുന്ന വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് നൽകാം എന്നാണ് സെൻസർ ബോർഡ് ഈ അണിയറ പ്രവർത്തകർക്ക് ഒരു മറുപടി കത്ത് നൽകിയിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ഹർജിക്കാരൻ, അല്ലെങ്കിൽ ഈ സിനിമയുടെ സംവിധായകനും അതോടൊപ്പം തന്നെ നിർമ്മാതാവും ജൂബി തോമസും റഫീഖ് വീരയും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് സിനിമ കാണുകയും ആ സിനിമയ്ക്കകത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്ന് കോടതിക്ക് തന്നെ, സിനിമ കണ്ട കോടതിക്ക് തന്നെ ബോധ്യപ്പെടുന്ന സവിശേഷമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കോടതി വളരെ ചെറിയ 2 മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആ മാറ്റങ്ങളോടുകൂടി CBFCയെ വീണ്ടും സമീപിക്കാനും അതിനനുസരിച്ച് CBFC വീണ്ടും തീരുമാനമെടുക്കണമെന്നും ഇപ്പോൾ ഇന്നത്തെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് സിനിമയുടെ ആദ്യം CBFCയുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാകുന്നു. ഇത്തരം മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ വരുത്തിയാലും A സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാവൂ. ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ CBFCയെ അനുകൂലിച്ചുകൊണ്ട്, സിനിമയെ എതിർത്തുകൊണ്ട് RSS ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഭാരവാഹി ഹൈക്കോടതിയിൽ ഈ അപേക്ഷയിൽ കക്ഷി ചേരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടന ഈ സിനിമയ്ക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെടുന്നു.
അത്തരം വലിയ പ്രതിസന്ധികളോടുകൂടി കടന്നുപോയി. ഹൈക്കോടതി നേരത്തെ സിനിമ കണ്ടു. ആ സിനിമ കാണുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സിനിമ ആർക്ക് വേണമെങ്കിലും, അതായത് എതിർക്കുന്ന കക്ഷികളുടെ അഭിഭാഷകർക്ക് വരെ ഈ സിനിമ കാണാം എന്നൊരു ഉദാര സമീപനം സിനിമയുടെ നിർമ്മാതാക്കൾ എടുത്തു. അത്ര കണ്ട് ഈ സിനിമ വളരെ ഓപ്പൺ ആണ്. അതായത് ജനാധിപത്യ മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മത സാമുദായിക സൗഹാർദ്ദങ്ങൾക്കോ യാതൊരു കോട്ടവും പറ്റുന്നില്ല ഈ സിനിമ കൊണ്ട് എന്ന് സമർത്ഥിക്കാൻ കൂടി അവർ സിനിമ കാണാൻ കോടതിയുടെ ജഡ്ജിയെ വരെ ക്ഷണിക്കുന്നു. ജഡ്ജി കാര്യം അംഗീകരിക്കുന്നു. അങ്ങനെ സിനിമ കാണുന്നു. ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. കാക്കനാടുള്ള ഒരു തിയേറ്ററിലാണ് സിനിമ കണ്ടത്. അതിനുശേഷം വീണ്ടും കത്തോലിക്ക കോൺഗ്രസ് ഒരു ഉപഹർജി കൂടി നൽകിയിരുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷം സീൻ ബൈ സീൻ എഴുതിക്കൊണ്ടുവന്ന് കോടതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു. അതിനെല്ലാം ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. വളരെ ചെറിയ 2 മാറ്റങ്ങൾ, ആ 2 മാറ്റങ്ങളോട് കൂടിയാണ് സിനിമയ്ക്ക് ഹൈക്കോടതി ഇപ്പോൾ വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ അപേക്ഷ ലഭിച്ചാൽ വീണ്ടും സെൻസർ ബോർഡ് അക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കണം. 2 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്.